നമസ്കാരം, ഞാൻ നിങ്ങളുടെ റാണി ചാറ്റർജി. ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിലേക്ക്, ഒരു പുതിയ കഥയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിവാഹബന്ധം നിലനിൽക്കുന്നത് സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയേണ്ട ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ മൂന്നാമതൊരാൾ കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോഴും നമുക്ക് പഴയതുപോലെ സ്നേഹവും വിശ്വാസവും പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഈ കഥ പ്രിയയുടെയും അമറിന്റേതുമാണ്. സന്തോഷം നിറഞ്ഞ ജീവിതവും സന്തോഷമുള്ള ബന്ധവും അവർക്കെല്ലാം ഉണ്ട്. പക്ഷെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ബന്ധം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സമൂഹത്തിൽ ഏട്ടത്തിയും അനിയനും തമ്മിലുള്ള ബന്ധം അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന് തുല്യമാണെന്ന് പറയും. പക്ഷെ ഈ കാലത്ത് ആ ബന്ധത്തിൽ പുഴുക്കുത്തുകൾ വീണു തുടങ്ങി. അമറിന് പലപ്പോഴും ജോലിത്തിരക്കുകൾ കൊണ്ട് സ്വന്തം ഭാര്യ പ്രിയയോടൊപ്പം കഴിയാൻ സാധിക്കാറില്ല. പക്ഷെ അവളുടെ സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പക്ഷെ അമറിന്റെ സഹോദരൻ വീർ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോ പ്രിയ എങ്ങനെയായിരിക്കും തന്റെ ബന്ധങ്ങൾ നിലനിർത്തുക? ഒരു വശത്ത് അവളുടെ ഭർത്താവായ അമർ, മറുവശത്ത് വീറു. പ്രിയയ്ക്ക് എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും? നമുക്ക് നോക്കാം. ഹലോ. ഹായ് ചക്രേ, എന്തൊക്കെയുണ്ട്? എപ്പോഴാ വരുന്നേ? ചേടാ, ഒരു ഹല പോലും പറയാതെ എപ്പോഴാ വരുന്നേന്നോ? ദേഷ്യമല്ല കേട്ടോ. അമർ, ഞാൻ സീരിയസ് ആണ്. അടുത്ത മാസം നമ്മുടെ ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം അറിയാലോ നിനക്ക്. എന്നിട്ടിപ്പോ ചോദിക്കുമ്പോ ഓക്കെ നീയൊന്ന് അടങ്ങ്. ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം. ഓക്കെ, നമുക്ക് വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. ഓക്കെ, ആ അത് മതി. അതെ, ഞാനൊരു കാര്യം പറയാനാ വിളിച്ചേ. എന്താന്ന് പറ. അത് നമ്മുടെ കസിനെ നിനക്ക് ഓർമ്മയില്ലേ, ഒരു വീർ? ആര്? ആ എനിക്ക് ഓർമ്മയുണ്ട്. ആ കല്യാണത്തിന് എല്ലാരും കൂടെ കളിയാക്കിയ ആ പയ്യൻ അവനല്ലേ? ആ, അവൻ തന്നെ. അവന് നമ്മുടെ നാട്ടിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. പക്ഷെ അവന് താമസിക്കാൻ ഇതുവരെ സ്ഥലം കിട്ടിയിട്ടില്ല അത്രേ. അവൻ കുറച്ചു ദിവസം നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടായിരിക്കും. അമർ, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ എങ്ങനെയാ? ഇത് കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പ്ലീസ് ഒന്ന് സമ്മതിക്കേ. നീ എന്റെ ബേബിയല്ലേ, എന്റെ ചക്കര കുട്ടിയല്ലേ. ആ മതി, നിർത്ത്. അധികം സോപ്പിട്ട് പതപ്പിക്കണ്ട. അവൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നേന്ന് പറയും. അവനോടെ പുറത്ത് നിപ്പിട്ട് പോയിന്ന് വാതിലോർന്ന് നോക്ക്. എന്താ? അവനാ വന്നേന്ന് തോന്നുന്നു. ആ ഓക്കെ. ഞാനൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ? ഓ, വീർ അല്ലേ? ആ അത് തന്നെ, വീർ. എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? റൈറ്റ്? ആ, അന്ന് കല്യാണത്തിന് ജസ്റ്റ് കണ്ടല്ലേ ഉള്ളൂ. അതെ. കേറി വാ. ആ ദാ, ആ കാണുന്നതാ റൂം. അങ്ങോട്ട് പോയി ഫ്രഷ് ആയിക്കോ. ഞാൻ പോയി ഒരു ചായ ഇട്ടുകൊണ്ട് വരാം. ശരി. അയ്യോ സോറി, ഞാൻ വാതിലിൽ മുട്ടണായിരുന്നല്ലേ. ഇറ്റ്സ് ഓക്കെ ഏട്ടത്തി, അത് സാരമില്ല. അല്ലെങ്കിലും നിങ്ങളെന്റെ ഏട്ടത്തിയല്ലേ, കുഴപ്പമില്ലെന്നേ. ആ ശരി, ദാ ചായ കുടിക്കേ. എന്നാ വേഗം റെഡി ആയിക്കോ, ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുക്കാം. ശരി. പിന്നെ ഏട്ടത്തി, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. അത് ആക്ച്വലി ഇന്നെന്റെ ബർത്ത്ഡേയാ. അത് കൊള്ളാം. എന്നിട്ട് എന്താ നേരത്തെ പറയാത്തെ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഏട്ടത്തി. അപ്പൊ വേഗം റെഡി ആയിക്കോ, ഞാൻ കഴിക്കാനായിട്ട് മധുരമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം. ശരി. ഹലോ. എടുക്കാൻ വൈകിയത് എന്താ മോളെ? എന്തു പറ്റി? ആരേത്? മനസ്സിലായില്ലേ? നിന്റെ പഴയ കാമുകൻ അനൂജ് വേറെ ഒരുത്തനെ കെട്ടാൻ വേണ്ടിട്ട്
നീ എന്നെ തേച്ചതല്ലേ? ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാ എന്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന്. എന്തിനാ നീ എന്നെങ്കിലും ശല്യപ്പെടുത്തുന്നേ? അല്ല, എന്റെ നമ്പർ നിനക്ക് എവിടുന്നാ കിട്ടിയെന്ന് പറ. എന്താ മോളെ ഇത്? മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും. പിന്നെയാണോ നിന്റെ നമ്പർ എടുക്കല്? നിനക്ക് എന്താ വേണ്ടത്? അതോ പഴയ പ്രേമം? നിനക്കെന്താ വട്ടാണോ? എന്റെ കല്യാണം കഴിഞ്ഞതാ, അതറിയില്ലേ നിനക്ക്? അതിനിപ്പോ എന്താ? അല്ലെങ്കിലും നിന്റെ ഭർത്താവ് നാട്ടിലില്ലല്ലോ, അപ്പോ മതി, നിർത്ത്. ഇനി മേലല്ല എന്റെ ഫോണിൽ വിളിച്ചു പോരുത്. എന്താ എന്താ ഏട്ടത്തി, എന്താ ഇങ്ങനെ ഡിസ്റ്റർബ് ആയിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ ഓരോന്ന് ചിന്തിച്ചതാ. ആർ യു ഓക്കെ? ഞാൻ ഓക്കെയാ. നീ റെഡി ആയി കഴിഞ്ഞോ? റെഡി ആയി കഴിഞ്ഞു. ഏട്ടത്തി, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കേ ഇന്ന് രാത്രി ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചാലോ? ഇന്ന് വേണ്ട വീർ, വേറൊരു ദിവസം ആവട്ടെ. ഏട്ടത്തി, ഏട്ടത്തി എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ശരി, ഏട്ടത്തിയുടെ മൂഡ് ശരിയാക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ഇവിടെ തന്നെ ചെയ്തു കളയാം. എന്താ ഇപ്പൊ ചെയ്യാ? എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഏട്ടത്തി. എന്തിനാ അത്? ഏട്ടത്തി, എനിക്ക് നന്നായിട്ട് അറിയാം ഏട്ടത്തിയുടെ മൂഡ് ശരിയല്ലാന്ന്. എന്നിട്ടും നിങ്ങള് എന്റെ കൂടെ ഇരുന്ന് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? അതിന് എന്റെ മനസ്സ് തൊട്ട് നന്ദി. ഇറ്റ്സ് ഓക്കെ വീർ. എന്നാ നമുക്ക് ഒരെണ്ണം അടിച്ചാലോ? ചിയേഴ്സ്. ഏട്ടത്തി, ഒരെണ്ണം കൂടെ ഒഴിക്കട്ടെ? വേണ്ട വീർ, മതി. അയ്യോ ഏട്ടത്തി, പ്ലീസ്, ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ. ഒരെണ്ണം കൂടെ, ഒരൊറ്റ ഒരെണ്ണം. ഓക്കെ ഓക്കെ. അമർ. ഏട്ടത്തി, ഞാൻ അമറേട്ടനല്ല. അമർ. ഏട്ടത്തി, ഞാൻ അമർ അല്ല. ഞാൻ വീര. എന്റെ ഏട്ടത്തി. അയ്യോ, ഞാൻ അമർ അല്ല. ഞാൻ അമർ അല്ല ഏട്ടത്തി. ഞാൻ വീറാണ്, അമർ അല്ല. എന്റെ പേര് അമർ എന്നല്ല, വീർ എന്ന ഏട്ടത്തി. ഞാൻ പറഞ്ഞ സത്യാണ്. വീർ, 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 വീർ. എന്താ കാര്യം? എന്റെ ഡ്രിങ്കില് രാത്രി നീ എന്താ മിക്സ് ചെയ്തത്? ഐ ആം സോറി ഏട്ടത്തി. ഞാനൊന്നും മിക്സ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഏട്ടത്തി, നമ്മൾ ഡ്രിങ്ക്സിന്റെ പുറത്തായിരുന്നു ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയത്. എന്തായാലും ഇത് ഒരിക്കലും പാടില്ലാത്തായിരുന്നു. ഈ സമയത്ത് ഇത് ആരായിരിക്കും? ഞാൻ പോയിട്ട് നോക്കാം. വേണ്ട വേണ്ട, നീ നിൽക്ക്, ഞാൻ പോയി നോക്കാം. ഒരിക്കലും സംഭവിക്കരുതെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം പലപ്പോഴും അങ്ങനെ ഒരു കാര്യം നമുക്കൊരു ദുസ്വപ്നമായി മാറാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. എവിടെയൊക്കെയോ അങ്ങനെ സംഭവിക്കുമെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നടന്നതും.
പ്രിയയുടെയും വീറിന്റെയും ശരീരത്തിലുള്ള മദ്യത്തിന്റെ ലഹരിയും ഒരുപാട് നാളുകളായിട്ടുള്ള അടങ്ങാത്ത വികാരവും സ്വബോധത്തോടെ അല്ലെങ്കിലും അവരെ കൊണ്ടൊരു തെറ്റ് ചെയ്യിച്ചു. അവർ ഏട്ടത്തിയും അനിയനും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു. മറുവശത്താണെങ്കിൽ പാവ അമർ, അവന്റെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നതെന്ന് അവൻ അറിഞ്ഞതേയില്ലായിരുന്നു. തെറ്റ് ചെയ്തതിനു ശേഷം ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നതാ. തെറ്റ് സംഭവിച്ചാൽ പശ്ചാത്തപിക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രിയയും വീറും തമ്മിൽ നടന്നതെല്ലാം അവരറിയാതെ സംഭവിച്ചതാണ്. പക്ഷെ അത് കണ്ണടച്ച് കളയാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. സംഭവിച്ചത് തെറ്റായിരുന്നു. ലഹരിയിൽ സംഭവിച്ച ആ തെറ്റിന്റെ ഫലം എന്തായിരിക്കും? നമുക്ക് നോക്കാം. സർപ്രൈസ്! ഇതെന്താ എന്നെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത? അല്ല, പെട്ടെന്ന് കണ്ടപ്പോ കേറിവാ. പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഒരാഴ്ചത്തെ ലീവ് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു നിന്നെ ഒന്ന് സർപ്രൈസ് ചെയ്യാന്ന്. അല്ല, വീരോടെ പോയി? അകത്തുണ്ട്. ഹായ് അമർ, സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. ഇപ്പൊ ഇവനുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാലോ. കുറെ കറങ്ങാം, കുറെ ഫുഡ് കഴിക്കാം. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, കുറെ നാളായി നല്ല ഫുഡ് കഴിച്ചിട്ട്. നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്ക് പോ. നിങ്ങൾ പോയി കുളിക്കേ, ഞാൻ പെട്ടെന്ന് പോയി കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ശരി. പ്രിയ, ഒരു കാര്യം പറയട്ടെ? പറയേ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. പക്ഷേ നിന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നിങ്ങൾക്കുണ്ടല്ലോ ഒട്ടും ക്ഷമയില്ലാത്ത മനുഷ്യനാ. ഞാനില്ലാതെ നിങ്ങളപ്പോ എങ്ങനെ പുറംനാട്ടിൽ പോയി ജീവിക്കുന്നത്? നിന്റെ കൈക്ക് എന്തു പറ്റി? എന്തു പറ്റി വീർ? ഇത് എന്തു പറ്റിയതാന്ന്? കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. മുറിഞ്ഞു അല്ലേ പ്രിയ? എനിക്ക് പറ്റിയിരിക്കുന്ന മുറിവുണ്ടല്ലോ, അത് കുറച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും. പക്ഷെ എന്റെ മനസ്സിനേറ്റ ആ മുറിവുണ്ടല്ലോ പ്രിയ, അതെന്തെയും? എന്നുവച്ചാ എനിക്ക് മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ സംഭവിച്ചതൊക്കെ ലഹരിയുടെ പുറത്തായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്ന കാര്യമാ. പക്ഷെ തനിക്കൊരു സത്യം അറിയോ പ്രിയ? എനിക്ക് താനില്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ലടോ. ചിലപ്പോ തനിക്കും. ഇല്ല, ഇത് ശരിയല്ല വീർ. പ്രിയ, ചിലപ്പോ തെറ്റിനുള്ളിലും എന്തെങ്കിലും ശരിയൊക്കെ കാണും. എനിക്കും ഇനി താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പ്രിയ. എനിക്കറിയാം തന്റെ മനസ്സിലും എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. ഇല്ല വീർ. പ്രിയ, പ്രിയ, യുവമാര് കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണോ ഈ വാർത്തയൊക്കെ എഴുതുന്നേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രിയ. അല്ല, അമറിനെ കാണാൻ കിട്ടുന്നേ ഇല്ലല്ലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് സൈറ്റിലേക്ക് പോയല്ലോ. രാത്രി പെട്ടെന്നൊരു ഫോൺ വന്നു. വൈകിട്ട് നേരത്തെ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. ആ, അത് ശരി. എന്തു പറ്റി പ്രിയ? ആർ യു ഓക്കേ?
ചെയ്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പ്രിയ, താനൊന്ന് സമാധാനായിട്ടിരിക്കേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, ഒരു കാര്യം ചെയ്യേ. ഇപ്പൊ ഇത് അയച്ചു തന്ന ആ നമ്പറില്ലേ, അതിലേക്ക് താനൊന്ന് വിളിച്ചു നോക്ക്. വേണ്ട വീർ, വിളിക്ക്. എനിക്ക് പേടിയാവുന്നു. ഓക്കേ പ്രിയ, ഞാനില്ലേ കൂടെ, താൻ വിളിക്കേ. ആ നമ്പറിൽ നിന്ന് കോള് വരുന്ന. എടുക്ക്, ഫോൺ എടുക്ക്. എനിക്ക് ശരിക്കും പ്രിയ, ഞാൻ പേടിയാവുന്നുണ്ട് വീർ. പറയുന്ന കേക്ക്. ഞാൻ കൂടെ ഇല്ലേ, കോൾ എടുത്ത് സംസാരിക്കേ. ഹലോ, എന്താ മോളെ, ഞാൻ നിനക്കയച്ച വീഡിയോ നീ കണ്ടായിരുന്നോ? നിങ്ങൾ ആരാ? ഓഹോ, ഈ പാവം കാമുകനെ എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണോ പൊന്നെ? ഇപ്പൊ ഒരുത്തനെയും കൂടെ കിട്ടിയപ്പോ എന്നെ കംപ്ലീറ്റ് അങ്ങ് മറന്നോ നീ? എടാ നീ. ഡേയ്, മിണ്ടരുത്. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഷ്. നീ കേട്ടാ മതി. എനിക്ക് 25 ലക്ഷം രൂപ വേണം. അല്ലെങ്കിൽ എന്റെ കൂടെ നീ ഒരു നൈറ്റ് ഉണ്ടായിരിക്കണം. എന്താ? എടേ, നിനക്ക് ഒരുത്തരും കൂടെ കിടന്നു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ യു ഷട്ട് അപ്പ്. തെണ്ടിത്തരം കാണിക്കുന്നതിനും അതിരില്ലടോ. ഓ, നീ ഇപ്പൊ എന്താടാ പറഞ്ഞത്? ഓ, അപ്പൊ സാറ് ഉണ്ടായിരുന്നോ? എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെ മറ്റുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതേ ശരിയുള്ള കാര്യമല്ല. ബ്ലാക്ക്മെയിൽ? ഞാൻ ഒരു കാര്യം പറയാം. 24 മണിക്കൂറിനകത്ത് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ അമറിന് അങ്ങ് അയച്ചു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ നാട്ടിലെ പിള്ളേരും അതൊക്കെ ഒന്ന് കാണട്ടെന്ന്. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. നീ എന്നെ കല്യാണ പന്തല്ല ഇട്ടേച്ച് പോയി കളഞ്ഞത്. അതിന് പകരമായിട്ട് ഞാൻ ഇത്രയെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ശരി, നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ നിനക്ക് കിട്ടിയിരിക്കും. പണം ഞങ്ങൾ മറ്റന്നാൾ തരാം. പിന്നെ ഒരു രാത്രി? ശരി, ഞാനതിന് തയ്യാറാ. പക്ഷെ നീ ഇതിനി ആവർത്തിക്കരുത്. അത് കഴിഞ്ഞ് നീ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പോയിക്കോണം. ആ, പിന്നെ നിന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും. മനസ്സിലായോ നിനക്ക്? ഇനി നമ്മൾ എന്ത് ചെയ്യും വീർ? ഇത്രയും പൈസ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? പ്രിയ, തനിക്കെന്നെ വിശ്വാസമുള്ളതല്ലേ? താൻ വിഷമിക്കേണ്ട. എന്റെ മുത്തശ്ശന്റെ സ്ഥലം 50 ലക്ഷത്തിന് വിറ്റതാ. ആ പൈസ എന്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഞാൻ 25 ലക്ഷം തനിക്ക് തരാം. താനിപ്പോ ഒന്ന് സമാധാനായിട്ടിരിക്കേ. പക്ഷെ നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? പ്രിയ, ഇതൊക്കെ എനിക്ക് വേണ്ടിയാണോ? പ്രിയ, താനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? തന്റെ അഭിമാനം എനിക്ക് വലുതല്ലേ? ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ അമറെങ്ങാനും വന്ന അമർ വീട്ടിലേക്ക് വരാതെ നോക്കണം. വീർ, എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നു. എന്താ? ഞാൻ അമറിന് ഫോൺ ചെയ്തിട്ട് പറയാം. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന്. ഞാൻ വീറിന്റെ ഒപ്പം അമ്മയുടെ അടുത്തേക്ക് പോവാന്ന്. അപ്പൊ അമർ 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് വരാൻ സാധ്യതയില്ല. എന്നാ അങ്ങനെ ചെയ്യാം. താനിപ്പോ ടെൻഷൻ ആവാതിരിക്കെ. കൂൾ ഡൗൺ. ഞാനില്ലേ, ഇനി എല്ലാം ഞാൻ നോക്കിക്കോളാം. ഒന്നായിന്റെ മോൻ അനുജനെ ശരിയാക്കി കൊടുക്കാം. കൂൾ ഡൗൺ. ഈ വീർ എവിടെ പോയി കിടക്ക? ടൈം ആവുന്നല്ലോ. പ്രിയ, എന്താ ഇതാ ഇത്? പൈസ. പൈസ കൊണ്ടുവന്നു? ആ, ഇതിലുണ്ട്. ഒരു മിനിറ്റ് പ്രിയ. അല്ല, ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ? നീ എന്താ വിചാരിച്ചത്? അവൻ തന്റെ മാനത്തെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കുമെന്നോ? ഒരിക്കലും ഇല്ല പ്രിയ. അവൻ വരട്ടെ. അത് മിക്കവാറും അവൻ തന്നെയായിരിക്കും. വേണ്ട, ഞാൻ തുറക്കാം. ശരി ശരി. എന്താ മോളെ? എത്തിയോ? അകത്തേക്ക് വാ. ദാ, നീ ചോദിച്ച 25 ലക്ഷം രൂപ. കൊള്ളാലോ.
ശരി, അപ്പൊ അത് തീരുമാനമായി. 25 ലക്ഷം. അപ്പോ ബാക്കിയൊക്കെ അവളുടെ കൈ വിടാൻ അനൂജെ, അവളുടെ കൈ വിടാനാ നിന്നോട് പറഞ്ഞത്. അവളുടെ കൈ വിടണ പട്ടി. അമർ, പ്രിയ, നമ്മളെ ഒരാള് ചതിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ദുഃഖം തോന്നും. പക്ഷെ ചതിക്കുന്ന ആളെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളാവുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖവും വേദനയും അനുഭവപ്പെടുന്നത്. അവരെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുണ്ടാവുക, ഏറ്റവും സ്നേഹിച്ചിട്ടുണ്ടാവുക. പ്രിയ എഴുതിയുണ്ടാക്കി അവളുടെ കള്ളങ്ങളിലൂടെ പാവ അമറിനെ അവന്റെ സഹോദരന്റെ കൈകൾ കൊണ്ട് തന്നെ കൊല്ലിച്ചു. അവളുടെ ഈ ചതിയിലൂടെ 2 സഹോദരന്മാർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പണത്തോടുള്ള അത്യാർത്തി മൂലം പ്രിയ എല്ലാ ബന്ധങ്ങളും മറന്നു കളഞ്ഞു. അവളുടെ ജീവിതത്തിലാണെങ്കിൽ എല്ലാം ഉണ്ടായിരുന്നു. ഒരു വീട്, നല്ലൊരു ജീവിതം, അവളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. അയാൾ അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. ഇതിൽ കൂടുതൽ ഒരു സ്ത്രീക്ക് എന്താണ് വേണ്ടത്? പക്ഷെ ഒരു തെറ്റുകൊണ്ട് അവൾ എല്ലാ സന്തോഷങ്ങളും അവളുടെ എല്ലാ ബന്ധങ്ങളും അവൾ നശിപ്പിച്ചു. ആ തെറ്റിന് പേരാണ് അത്യാഗ്രഹം. അത് എന്ത് കാര്യത്തിനോടും ആവാം. പണത്തിനോട്, പ്രതാപത്തിനോട്, പവറിനോട്. ഇതെല്ലാം നമ്മളെ ഒരു മോശം ബന്ധത്തിലേക്കാണ് എത്തിക്കുന്നത്. അതുപോലെ പണത്തിനോടുള്ള അത്യാഗ്രഹം മൂത്ത് തന്റെ സന്തോഷപൂർവമായ കുടുംബജീവിതമാണ് പ്രിയ നശിപ്പിച്ചു കളഞ്ഞത്. സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതെല്ലാം ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലേന്നും സത്യത്തിൽ പണത്തിനാണ് ഭർത്താവിനേക്കാളും ബന്ധത്തെക്കാളും മൂല്യമെന്നുമാണ്. ഞാൻ റാണി ഇപ്പോൾ വിട വാങ്ങുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും പുതിയൊരു കഥയുമായി. ജാഗരൂകരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ജയ് ഹിന്ദ്.